ഈ പ്രകാരം പോലീസ് മെറ്റക്ക് എഴുതിയും സോഷ്യൽ മീഡിയയിലെ വിവിധ പ്ലാറ്റ്ഫോമുകളിലുള്ള സർക്കാരിനെ വിമർശിക്കുന്ന പോസ്റ്റുകൾ ആകെ നീക്കം ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ നിങ്ങൾ മാധ്യമങ്ങളെയും നീക്കം ചെയ്യാൻ വി.ഡി. സതീശൻ സർക്കാർ പരിശ്രമിച്ചുകൂടായികയില്ല. ഇന്ന് അടിയന്തരാവസ്ഥ ദിനമാണ്. 51 വർഷം മുമ്പ് ജനാധിപത്യത്തെ അറുങ്കൊല ചെയ്തുകൊണ്ട് നാവടക്കൂ പണിയെടുക്കൂ എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് കോൺഗ്രസ് നടപ്പാക്കിയതായിരുന്നു അടിയന്തരാവസ്ഥ. അന്ന് ഏറ്റവും കൂടുതൽ ഹനിക്കപ്പെട്ടത് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമെന്ന മൗലിക അവകാശത്തെയാണ്. പ്രബീർ പുർക്കാസ്തായ ഓൺലൈൻ മാധ്യമ മേഖലയിൽ ഫലപ്രദമായി ഇടപെടുന്ന ഒരാളായിരുന്നു അദ്ദേഹം. കേന്ദ്ര BJP സർക്കാരിനെ വിമർശിച്ചപ്പോൾ ജയിലിലടച്ചു. സുപ്രീം കോടതി അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചതിന് ശേഷം സുപ്രധാനമായ വിധിയിലൂടെ പറഞ്ഞു, അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം മൗലിക അവകാശമാണ്, അത് നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല. വിമർശനങ്ങളെ ഭയപ്പെടുന്ന 2 പേർ, ഒന്ന് പ്രധാനമന്ത്രിയും മറ്റൊന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയുമാണ്. അടിയന്തരാവസ്ഥ ദിനത്തിൽ തന്നെ ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ നടപടികളെ തുറന്നു കാട്ടേണ്ടത് ഈ നാടിൻ്റെ ചുമതലയും ഉത്തരവാദിത്വവുമാണ്. നിലപാടുകളുടെ രാജകുമാരൻ എന്ന് നേരത്തെ ഊതിപ്പെരിപ്പിച്ച ബലൂൺ പോലെ ഒരു കൂട്ടം മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി കേരളീയ സമൂഹത്തിൽ ഒരു ചിത്രമുണ്ടാക്കി. എന്നാൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം നേരെ വിപരീതമാണ് സ്വീകരിക്കുന്ന നിലപാടുകൾ. ഓരോന്നായി തൊലി ഉരിച്ച് തുറന്നു കാട്ടുന്ന വിമർശന ശരങ്ങളാണിത്. കേരള മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എന്തൊക്കെ പറഞ്ഞോ അതിന് നേരെ വിപരീതമാണ് മുഖ്യമന്ത്രിയായി കഴിഞ്ഞ ശേഷം അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ. കേന്ദ്ര സർക്കാർ യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ ഇന്ധനവില വർധനവ് നടപ്പിലാക്കുമ്പോൾ കേരളം നികുതി ഇളവ് നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ ആവശ്യപ്പെട്ടു. എങ്കിൽ മുഖ്യമന്ത്രി സതീശൻ നികുതി ഇളവ് നൽകുന്നത് മണ്ടൻ തീരുമാനമെന്നാണ് നിയമസഭയിൽ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സതീശനെ മാന്യമായി വിമർശിച്ച ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ജവാദിനെ റിട്ടയർമെന്റിന് 2 ദിവസം ബാക്കി നിൽക്കുമ്പോൾ സസ്പെൻഡ് ചെയ്തതിനെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അയാൾ എൻ്റെ തല നഗ്നമായ മറ്റൊരു ചിത്രത്തിൽ വെട്ടിച്ചേർത്ത് പ്രചരിപ്പിച്ചു എന്ന് കളവ് പറഞ്ഞുകൊണ്ട് ആ മാതൃകാ അധ്യാപകനെ വ്യക്തിഹത്യയും സ്വഭാവഹത്യയും ചെയ്ത മുഖ്യമന്ത്രി, ആ അധ്യാപകൻ മുഖ്യമന്ത്രിക്കെതിരെ മാനനഷ്ട കേസുമായി മുന്നോട്ട് പോകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ട് സ്വന്തം മുഖം രക്ഷിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വയനാട് തുരങ്കപാത നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞതിൽ നിന്ന് മാറി ഇന്ന് തുരങ്ക പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ സാമൂഹ്യ വിരുദ്ധനും വർഗീയവാദിയും മുസ്ലിം വിരുദ്ധനും ഒക്കെയായി ചിത്രീകരിച്ച സതീശനെ മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളിയുടെ മകനും BJPയുടെ ഘടകകക്ഷി നേതാവുമായ വെള്ളാപ്പള്ളിയുടെ മകൻ സതീശൻ്റെ വീട്ടിലെത്തി പൊന്നാടി അണിയിക്കുന്നു. കോൺഗ്രസ് മന്ത്രിമാരെ വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പോയി കുനിഞ്ഞു നിന്ന് അനുഗ്രഹം വാങ്ങുന്നു. അധികാരത്തിലെത്തിയപ്പോൾ KSRTC ബസ്സുകളിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് മുഴുവൻ മെയ് 15 മുതൽ സൗജന്യ യാത്രയെന്ന് പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ് സതീശൻ ജൂൺ മാസം തുടങ്ങിയിട്ടും ആ പദ്ധതി നടപ്പിലാക്കാൻ തയ്യാറായിട്ടില്ല. 35 വയസ്സ് കഴിഞ്ഞ വീട്ടമ്മമാർക്ക് ഇടത് സർക്കാർ പ്രതിമാസം നൽകുന്ന 1000 രൂപയുടെ സഹായ പദ്ധതി
സതീശൻ മുഖ്യമന്ത്രിയായ ശേഷം നിർത്തലാക്കി. ഇതിനെക്കുറിച്ച് യാതൊരു ഔദ്യോഗിക അറിയിപ്പും നൽകാതെയാണ് ഇത്തരമൊരു ക്ഷേമ പദ്ധതി നിർത്തലാക്കിയത് തുടങ്ങി നിരവധി കാര്യങ്ങൾ അന്ന് ഇതിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ആളുടെ പേരോ വിവരങ്ങളോ കിട്ടില്ല. അതിൻ്റെ കൂടി ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഫോട്ടോ ഇതാണ്. എന്താ മെറ്റ ചെയ്തത്? മെറ്റക്ക് പോലീസ് കൊടുത്തിട്ടുള്ള ഹർജിയെ തുടർന്ന് ഏറ്റവും ഒടുവിൽ ഫോട്ടോ നോട്ട് അവൈലബിൾ ഇൻ ഇന്ത്യ. ഇതാണിപ്പോൾ എല്ലാ പോസ്റ്റുകളുടെയും അടിയിൽ കാണുന്നത്. മുഖ്യമന്ത്രിയുടെ വാദം പൊളിയുന്നു. PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ മുൻ സർക്കാർ കത്ത് നൽകിയിട്ടില്ലെന്ന് വി ഡി സതീശൻ. 2025 നവംബർ 12 കേന്ദ്രത്തിന് കേരളം അയച്ച കത്ത് റിപ്പോർട്ടർ. ഇത് റിപ്പോർട്ടർ TV-യിൽ വന്ന വാർത്തയുടെ കാർഡാണ്. ഈ കാർഡ് വെച്ചിട്ട് ഫേസ്ബുക്കിൽ ജൂൺ 18 പോസ്റ്റ് ചെയ്തതാണ് പ്രകോപിതമായത്. മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരു ഉളുപ്പുമില്ലാതെ വി ഡി സതീശൻ. അങ്ങനെയാണ് തുടങ്ങുന്നത്. ഇതിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഫോട്ടോ നോട്ട് അവൈലബിൾ ഇൻ ഇന്ത്യ എന്നായി കാണും. ഇത്തരം പോസ്റ്റുകൾ വരുന്നത് മൂലം കണ്ണൂർ സൈബർ പോലീസ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത ഒരു സ്ത്രീയെ സൈബർ പോലീസ് സ്റ്റേഷനിൽ വരണം, ഒരു കേസുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ആ സ്ത്രീ ഒരു തെറ്റും ചെയ്യാത്ത ആളായതുകൊണ്ട് പോയില്ല. പോകാതിരുന്നിട്ട് ആ സ്ത്രീ ഒരാളും പറയാതെ പോസ്റ്റ് ചെയ്ത പോസ്റ്റാണിത്. ഞാൻ പേടിച്ചു പോയി ഗെയ്സ്. മുഖ്യമന്ത്രിയെ വിമർശിച്ചതിന് കേസ് എടുക്കും പോലും. ഒന്ന് പോയടാ. ഇതാണ് കേരളത്തിൽ നവമാധ്യമങ്ങളിലൂടെ യുവതലമുറ വി ഡി സതീശൻ മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോടും പറയുന്ന കാര്യം. തൂക്കിക്കൊല്ലാനൊന്നും കഴിയില്ല. 79(3)B IT ആക്ടിലെ വ്യവസ്ഥ പ്രകാരം അതിനൊന്നും വ്യവസ്ഥയില്ല. കണ്ണൂർ സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു പോലീസുകാരൻ എന്നെ വിളിച്ചു. ആ പോലീസുകാരൻ്റെ നമ്പറെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇത് അവർ പ്രതികരിക്കുന്നത്. ഇത് മുഖ്യമന്ത്രി പറഞ്ഞ പോലെ പൂവിൽ നിന്ന് പൂമ്പാറ്റ. ആ മദ്യനികുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒന്നും. അതോടൊപ്പം നമ്മുടെ കേരളത്തിൽ ലോകകപ്പ് ഫുട്ബോളിൻ്റെ പൊതു ഇടങ്ങളിൽ പ്രദർശിപ്പിക്കണമെങ്കിലുള്ള സെസ് ഏർപ്പെടുത്തിയതിനെയും കുറിച്ച് വളരെ സരസമായ വിമർശനമാണ്. തേനീച്ച പൂവിൽ നിന്നും തേൻ കുടിക്കുന്ന പോലെ പൊതു ഇടങ്ങളിൽ ലോകകപ്പ് കാണാൻ ലൈസൻസ് എടുക്കണം, നിർബന്ധമാക്കി സെസ് 25,000 രൂപ തുടങ്ങിയ ആ ഫീസിൻ്റെ ഘടന. ഇത് വിമർശിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിന് ജനാധിപത്യം? ഇത് നീക്കം ചെയ്ത കൂട്ടത്തിലുണ്ട്. ശബരിമലയിലെ സ്വർണ്ണ കൊള്ളക്കേസിലെ പ്രതിയുടെ അഭിഭാഷകനെ സർക്കാർ അഭിഭാഷകനായി നിയമിച്ചപ്പോൾ മെയ് 1 ദുരൂഹ മംഗലാപുരം യാത്ര നടത്തി. ആ യാത്രയിൽ ശബരിമല കേസിൽ പോലീസ് ചോദ്യം ചെയ്ത റെജികുമാറുമായി കൂടിക്കാഴ്ച നടത്തിയ ഈ സംഭവങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ്. കള്ളന് കഞ്ഞി വെച്ചവൻ കാട്ടുകള്ളൻ. ഇതും നീക്കം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ആരോഗ്യ വകുപ്പ് എത്തി നിൽക്കുന്ന പതനം അറിയാമല്ലോ എല്ലാവർക്കും. ആരോഗ്യമന്ത്രി മുമ്പ് പറഞ്ഞതെല്ലാം അദ്ദേഹത്തിന് തന്നെ എതിരായി. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ടവർ പോലും വിമർശനമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. പോസ്റ്റ് എരണം കെട്ടവനാണോ ഭരിക്കുന്നേ? 30 ഡിഗ്രിയിൽ വൈറസ് ചാകുവോ? ഇതാണ് ചോദ്യം. എരണം കെട്ടവൻ ഭരണത്തിൽ വന്നപ്പോൾ നിപ്പ വന്നെത്തി.
ഇതാണ് ഒരു പോസ്റ്റ്. ഇതും ഫോട്ടോ നോട്ട് അവൈലബിൾ ഇൻ ഇന്ത്യ എന്ന് മെറ്റ നിരോധിച്ച കൂട്ടത്തിൽ പെടുകയാണ്. ഈ ഇന്ദിരാ ഗ്യാരണ്ടി, അതിലെ വഞ്ചന, വാക്ക് പറഞ്ഞാൽ വാക്കാണെന്ന വി ഡി സതീശൻ്റെ വാഗ്ദാന ലംഘനം, എല്ലാ ബസ്സുകളിലും എല്ലാ സ്ത്രീകൾക്കും തീർത്ഥാടന യാത്രക്കും ടൂറിസം യാത്രക്കും ഉൾപ്പെടെ സൗജന്യം നൽകുമെന്ന് വീട്ടിൽ പോയി പറഞ്ഞ ആ വീടിൻ്റെ കുടുംബ ചിത്രം സഹിതം ഒരു പോസ്റ്റായിരുന്നു ഇത്. അതിൻ്റെ തലക്കെട്ട് ഇതാണ്: മോഡിയേക്കാൾ വടക്കായിരുന്നു ഇന്ദിര. നമ്മുടെ നാടൻ ശൈലിയിലുള്ള ഒരു പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് നാട്ടിൽ ഇന്ദിരയുടെ കാലത്ത് തന്നെ നേരത്തെ ബേക്കാരി ഹട്ടാവോ ഗരീബി ഹട്ടാവോ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ വഞ്ചിച്ചതിനെ സരസമായി വിമർശിക്കുന്നതാണ് ഈ പോസ്റ്റ്. ഇതും ഇപ്പോൾ ഫോട്ടോ നോട്ട് അവൈലബിൾ ഇൻ ഇന്ത്യ എന്നാണ്. ഇത് നമ്മുടെ എറണാകുളം ജില്ലയിലെ വാഴക്കുളം പഞ്ചായത്തിൽ പാരിയത്ത് കാവ് കോളനി നിവാസികളെ പോലീസ് പോയി ബുൾഡോസർ ഉപയോഗിച്ച് അവിടെ നിന്നും ഒഴിപ്പിക്കാൻ നോക്കിയ നടപടിയുടെ സമയത്ത് പോസ്റ്റ് ചെയ്തതാണ്. കോൺഗ്രസിൻ്റെ ബുൾഡോസർ രാജ് കേരളത്തിൽ. ഇതും ഇപ്പോൾ മെറ്റ നീക്കം ചെയ്ത കൂട്ടത്തിൽ പെടുകയാണ്. ഇത്തരത്തിൽ നിരവധി പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വിമർശനാത്മകമായി ഉന്നയിച്ചതെല്ലാം മെറ്റയെ ഉപയോഗിച്ച് നീക്കം ചെയ്യുകയും ഒപ്പം പോലീസ് കേസെടുക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് അതിശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. ഒരു കാര്യമുണ്ട്, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പോസ്റ്റുകളൊക്കെ മെറ്റയെ ഉപയോഗിച്ചുകൊണ്ട് നിരോധിക്കുകയാണെങ്കിൽ ആ നിരോധനം ലംഘിച്ചുകൊണ്ട് ബദൽ മാർഗങ്ങൾ തേടേണ്ടി വരും. തെരുവുകൾ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവർക്ക്, പ്രതികരിക്കുന്നവർക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് അവർ എന്തൊക്കെയാണോ പോസ്റ്റ് ചെയ്യാൻ നേരത്തെ എന്തെല്ലാം ഉള്ളടക്കത്തോടുകൂടി ആയിരുന്നുവോ അവരുടെ ഫോണിൽ നിന്നും സിസ്റ്റത്തിൽ നിന്നും വാങ്ങി തെരുവിൽ അത് ജനങ്ങളുടെ ഇടയിൽ പ്രദർശിപ്പിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നതിന് കാരണം UDF സർക്കാരിൻ്റെ നയമാണ്, നിലപാടാണ്.